പ്രാർത്ഥിക്കുമ്പോ നിനക്ക് കൂടി വേണ്ടി പ്രാർത്ഥിക്കും മോളെ. നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേ. അങ്ങനെ ഒരാള് വന്നാലേ ഇനി നിനക്ക് രക്ഷയുള്ളൂ. കുറെ ദുഷ്ടശക്തികളാണ് നിനക്ക് ചുറ്റും ഇപ്പോ. അതിന്ന് രക്ഷപ്പെടണമെങ്കിൽ നല്ലൊരാള് നിന്റെ ജീവിതത്തിലേക്ക് വരണം. ആഹാ, എന്നെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കണോ? സ്വീകരിച്ചോളൂ. ആ, എന്തൊക്കെയുണ്ട് യാമിനിയമ്മ വിശേഷങ്ങൾ? അമ്മായിക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. ഇപ്പോഴും പഴയ പോലെ തന്നെ ഇരിക്കുന്നു. അതേ ഭംഗി, അതേ ചെറുപ്പം. അമ്മേ, മോനെ, ഫ്ലൈറ്റിന്റെ സമയം അറിയിച്ചിരുന്നെങ്കിൽ കാറുമായിട്ട് ഞാൻ എയർപോർട്ടിൽ വരുമായിരുന്നില്ലേ? എന്തിന്? എനിക്കറിഞ്ഞൂടെ ഇങ്ങോട്ടേക്ക് വരാൻ? ആ, എന്തൊക്കെയുണ്ട് വിശേഷം? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? എങ്ങനെ പോകാനാ? ജയിച്ചാ പറയാൻ ജയിച്ചൂന്ന്. നിനക്കോ രാജു? നിനക്ക് സുഖമല്ലേ? ആ, അങ്ങനെ പോകുന്നു. അപ്പൂ, നീ അങ്ങ് വലുതായി പോയല്ലോ. ഞാൻ ഇവിടുന്ന് പോകുമ്പോ നീ ഒരു പൊടിക്കുപ്പിയുടെ അത്ര മാത്രമേ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. കേറി അങ്ങ് വലുതായല്ലോ നീ. സ്വന്തം സഹോദരിയെ കുറിച്ചൊന്നും പറയുന്നില്ലേ? ശരിക്കും ഞാനിവിടെ കണ്ടില്ല. എന്തൊക്കെയുണ്ട് സാനി? കല്യാണല്ലേ വരുന്നത്? ഒരുക്കങ്ങളൊക്കെ എവിടം വരെ? എടാ, അതൊക്കെ പറയാം. ആദ്യം നീ പോയേ അമ്മാവനെ ഒന്ന് കാണ്. നിന്നെ കാണുമ്പോഴേ അമ്മാവന് സന്തോഷാവും. ചെല്ലേ, വാ. ആ എറണാകുളത്തുള്ള കോളേജുകാരെ വിളിച്ചിരുന്നു. റെസ്റ്റ് കഴിയുന്നതുവരെ എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദ് ചെയ്തിരിക്കണമെന്ന് പറയട്ടെ അവരോട്. രാജുവിനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. അവനെ അതിന്റെ ചാർട്ട് അറിയൂ. ആ, ശരി. അമ്മാവാ. ദീപക, നീ എന്താ യുഎസിൽ നിന്ന് പെട്ടെന്ന് പോന്നെ? അമ്മാവന് അപകടം പറ്റിയെന്നറിഞ്ഞ സ്വസ്ഥമായിട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ? ഞാനിങ്ങ് പോന്നു. വരണ്ടാന്ന് ഞാൻ വിലക്കിയതാ, സമ്മതിക്കണ്ടേ? അമ്മാവനെ കാണണമെന്നേ ഒരേ വാശി. പിന്നെ ഞാനങ്ങ് സമ്മതിച്ചു. എന്തായാലും സാനിയുടെ കല്യാണം വരികയല്ലേ, അതിനും ഇവൻ വേണമല്ലോ. വരണ്ടായിരുന്നു. എനിക്കങ്ങനെ കാര്യമായ പരിക്കൊന്നുമില്ല. ശേഖര, ഏട്ടാ, അപ്പൊ നീ പറഞ്ഞതുപോലെ ചെയ്യ. രാജുവായിട്ട് ചർച്ച ചെയ്യ. അവൻ പറയുന്ന പോലെ അനുസരിച്ചാ മതി. ശരി ഏട്ടാ. ഓ, അപ്പൊ അവനാണോ അമ്മാന്റെ PS? PS അല്ല, അതിനു മുകളിൽ എന്തെങ്കിലും പദവി കൊടുക്കാമോ? അതാണ് അവൻ. അമേരിക്കയിൽ കുറച്ചു കാലം ഞാനും ഈ പണിയൊക്കെ തന്നെ ചെയ്തത്. അതുകൊണ്ട് അല്ല, എല്ലാം രാജുവിനെ ഏൽപ്പിക്കണമെന്നില്ല. എനിക്കും പലതും ചെയ്യാൻ പറ്റും. ഇത് നീ ഉദ്ദേശിക്കുന്ന പോലത്തെ ജോലികളല്ല. രാജുവിന് മാത്രമേ അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റൂ. അമേരിക്കയിലെ സെനറ്റ് വേറെ, കേരളത്തിലെ മന്ത്രി വേറെ. രണ്ടും രണ്ടാ. അതുകൊണ്ട് തൽക്കാലം ഇപ്പം പറഞ്ഞതുപോലുള്ള മോഹങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. നീ വന്നേ. എടാ, വന്ന് കേറിയതല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുന്നള്ളിക്കാൻ പോയേ? അതെ, ഇരുന്നിട്ടേ കാല് നീട്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ സംഭവിച്ച പോലെ നടുവും തല്ലിയങ്ങ് വീഴും. നീ വിഷമിക്കണ്ട, സമയമുണ്ടല്ലോ, എല്ലാം ശരിയാക്കാം.
പ്രിയ മാഡത്തിന്റെ വീടല്ലേ ഇത്? അതെ, ആരാ? അത് മാഡത്തിന് അറിയാം. ഒന്ന് വിളിക്കാമോ? ആ, ഇപ്പൊ വിളിക്കാം. ഉം. പ്രിയേ, പ്രിയേ, പ്രിയേ. എന്താ അമ്മേ? ദേ, നിന്നെ തിരക്കി അവിടെ ആരോ വന്നിരിക്കുന്നു. മാഡത്തിന് ഞങ്ങളെ മനസ്സിലായില്ലേ? സാധനം മേടിച്ചാൽ EMI കൃത്യമായിട്ട് അടയ്ക്കണമെന്ന് അറിയില്ലേ? 3 മാസമായി കുടിശ്ശികയായിട്ട്. ഞങ്ങൾക്കിപ്പോ കാശ് കിട്ടണം. എന്റെ കയ്യിലിപ്പോ തരാൻ. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. ലോണിൽ സാധനം മേടിച്ചോണ്ട് പോകാൻ നല്ല ഉത്സാഹമായിരുന്നല്ലോ. തിരിച്ചടയ്ക്കാനുള്ള ശേഷിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അതൊക്കെ വാങ്ങിക്കാൻ പോയത്? എന്താ എന്താ പ്രശ്നം? ഇവരുടെ അമ്മയാണോ? അതെ. നിങ്ങളുടെ മോള് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ലോണിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. EMI 3 മാസമായിട്ട് മുടങ്ങി. അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ലോണായ അടവൊക്കെ മുടങ്ങും. അതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാ. അഹങ്കാരം പറയുന്നു. സാധനങ്ങൾ തരാൻ അറിയാമെങ്കിൽ കാശ് തിരിച്ചു വാങ്ങിക്കാനും ഞങ്ങൾക്കറിയാം. എന്താ പ്രശ്നം? ഞാനൊരു ലോൺ എടുത്തു. തവണകൾ മുടങ്ങാൻ കാരണമുണ്ട്. തവണകൾ അടയ്ക്കാന്ന് രാജുവാ ഏറ്റിരുന്നത്. അവൻ എന്നെ ചതിച്ചു. അതിന് ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കാൻ വന്നിരിക്കുക അവര്. എത്ര രൂപ പെൻഡിംഗ് ഉള്ളത്? 17,000 രൂപയുണ്ട്. ഇതിനാണോ നിങ്ങൾ ഇവിടെ കിടന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്നേ? ഇതൊക്കെ മോശമാണ് കേട്ടോ. എന്നാ പിന്നെ നിങ്ങളിതാ ക്യാഷ്. തരാം, ഇപ്പൊ തന്നെ തരാം. ആ, അയച്ചു. കിട്ടിയല്ലോ അല്ലേ? ആ, കിട്ടി. ആ, ഇനി സമാധാനമായിട്ട് തിരിച്ചു പോണം. എന്തിനു മോളെ നീ കാശടിച്ചത്? അതിനെന്താ അമ്മേ, ഭാവിയിലെ എന്റെ നാത്തൂനല്ലേ ഇവരെ ചേച്ചി. കണ്ടോ, ഇതാണ് സ്നേഹം. എന്തിനാ അമ്മേ ഇതിങ്ങനെ വച്ച് നീട്ടിക്കൊണ്ടു പോകുന്നേ? രാജുവിന്റെ രമ്യയുടെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തിയാൽ എന്താ കുഴപ്പം? അത് തന്നെ അമ്മ ഞാനും ചോദിക്കുന്നേ. എനിക്കാണെങ്കി ഈ വീട്ടിലേക്ക് വരാൻ കൊതിയായിട്ട് വയ്യ. എങ്ങനെയെങ്കിലും രാജുവിനെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കമ്മേ. ആ, പൂത്ത കാശ മഹാലക്ഷ്മിയാ. അവൾ ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കേറി വന്ന നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീർന്നു കൂട്ടിയാ മതി. നീ എന്താ ആലോചിക്കുന്ന? എന്നാ പിന്നെ നമുക്കതങ്ങ് നടത്തിയാലോ? ഏത് കല്യാണം? ആരുടെ? നമ്മുടെ മോന്റെ. രമ്യ നല്ല കുട്ടിയാ. അത് നിനക്ക്. എനിക്കങ്ങനെയല്ല. പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. രാജകുമാരി വരും എന്റെ മോനെ കെട്ടാൻ. വരും കാത്തിരുന്നാ മതി. നിങ്ങളുടെ ഈ പിടിവാശി കാരണം നശിക്കാൻ പോകുന്നത് എന്റെ മോന്റെ ഭാവിയാ. രമ്യ ഈ വീട്ടിലെ മരുമകളായിട്ട് വന്ന ഗുണം നമുക്ക് തന്നെയാ. അതിനു പകരം പകൽക്കിനാവ് കണ്ടോണ്ടിരിക്ക. രാജകുമാരി വരെ അത്ര. നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? ഒരു രാജകുമാരിയും വരാൻ പോകുന്നില്ല. നമ്മുടെ മോന്റെ രാജകുമാരി അവളാ, രമ്യ. ഹലോ. നിന്നെ ഒന്ന് തനിച്ചിട്ടാൻ വന്നപ്പോ മുതലേ ഞാൻ ആഗ്രഹിക്കുന്നതാ. ഇപ്പോഴാ അതിനൊരു അവസരം കിട്ടിയത്. ദീപക് എന്നാ തിരിച്ചു പോകുന്ന? വന്നതല്ലേ ഉള്ളൂ. അപ്പോഴേക്കും പറഞ്ഞുവിടാൻ തിടുക്കായോ? ഞാൻ ഇനി ഇവിടെ തന്നെ കാണും, എന്റെ ഋതുവിന്റെ അടുത്ത്. എന്റെ ചെറിയ അന്വേഷിക്കുന്നുണ്ട്. പോവാൻ വരട്ടെ. അമേരിക്കയിൽ നിന്ന് ഋതുവിന് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട.
ഇത് സാനിക്ക് കൊടുത്തേക്ക്. സാനിക്ക് ഞാൻ വേറെ കൊടുത്തു. ഇത് ഋതുവിന് വേണ്ടി മാത്രം വാങ്ങിയതാ. എന്തായിരിക്കും ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് എന്ന് ഊഹിക്കാൻ പറ്റുമോ? ഇല്ല, ഇതൊന്നിട്. എനിക്കിതൊന്നും വേണ്ട. ഇത്തരം ഡ്രസ്സുകള് ഞാൻ ഇടാറില്ല. അങ്ങനെ അങ്ങ് പോവല്ലേ. ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം കൊണ്ടുവന്നല്ലേ ഇത്. ഇത് നീ ഇട്ട് കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നീ ഇതിടും. അത് ദീപക്കാണോ തീരുമാനിക്കുന്നേ? അതെ, ഞാനാ തീരുമാനിക്കുന്നത്. തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞതനുസരിക്കടി. നീ ഇത് ഇട്ട് കഴിയുമ്പോഴുള്ള സൗന്ദര്യം എനിക്കൊന്ന് കാണണം. സൗന്ദര്യം ഇല്ലെങ്കിലോ? നീ ഇടും. ഇടാതെ നിന്നെ ഞാൻ ഈ മുറിന്ന് വിടില്ല. എനിക്ക് ഇവിടുന്ന് പോവാൻ ആരുടെ അനുവാദമൊന്നും വേണ്ട, പ്രത്യേകിച്ച് നിങ്ങളുടെ. അതെ, ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല ഒരു പെണ്ണിന്. നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാൻ പറ്റുമേ? ഞാനൊന്ന് നോക്കട്ടെ. പറഞ്ഞു അനുസരിക്കില്ലല്ലേ? എടി, പറഞ്ഞു മനസ്സിലാവില്ലല്ലേ? വാടി ഇങ്ങോട്ട്. എന്റെ അച്ഛന്റെ ഫോട്ടോ പൊട്ടിക്കുമല്ലേ? എന്താ ഇവിടെ നടക്കുന്നേ? ഞാൻ ഈ ഡ്രസ് ഒന്നും ഇടാൻ പറഞ്ഞപ്പോ ഇവൾക്ക് പറ്റില്ലെന്ന്. എന്ന് വെച്ച് ഇങ്ങ് തന്നെ. നീ ഇങ്ങ് വാ. വരാൻ. എന്തുപറ്റി? കണ്ടില്ലേ രാജു, ഒരു ഫോട്ടോ ആയിട്ട് പോലും ഈ മുറിയിലിരിക്കാൻ അച്ഛന് താല്പര്യമില്ല. എന്താ സംഭവിച്ചത്? എങ്ങനെ ഈ ഫോട്ടോ പൊട്ടിയത്? എന്തിനാ മാഡം കരയുന്നത്? ഈ ഫോട്ടോ പൊട്ടിയത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. പോട്ടെ മോളെ, പൊട്ടിയ ഫോട്ടോ ഫ്രെയിം ചെയ്തെടുക്കാവുന്നതല്ലേ ഉള്ളൂ. മോള് വിഷമിക്കണ്ട. ആ അതെ, ഞാൻ പോയി ചെയ്തോണ്ടിരാ. ഞാനും വരാം. അച്ഛന്റെ ഫോട്ടോ ഇല്ലാത്ത മുറിയിൽ താമസിക്കാൻ എനിക്ക് കഴിയില്ല. വാ ശരിയേച്ചി. മാഡം വിഷമിക്കണ്ട. പൊട്ടിയ ചില്ല് നമുക്ക് മാറ്റിയിടാലോ. ഫോട്ടോയുടെ ചില്ല് മാറ്റിയിടാം. മനസ്സിലുടഞ്ഞു പോയ ചില്ലുണ്ടല്ലോ, അതെങ്ങനെയാ രാജു മാറ്റിയിടുന്നത്? എന്റെ സങ്കടം ആർക്കും മനസ്സിലാവില്ല. രാജുനറിയോ, അമ്പലങ്ങളിൽ പോലും കേടാവുന്ന വിഗ്രഹങ്ങൾ മാറും. അതിന് എന്ത് സംഭവിച്ചെന്നാ? ഒന്നും സംഭവിച്ചില്ലേ? അപശകനല്ലേ ഇത്? അല്ലെ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. ഏയ് അതൊന്നുമില്ല, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. മാഡം സമാധാനായിട്ടിരിക്കുക. മാഡം പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ പോയി ശരിയായി കൊണ്ടുവരാം. ഞാനും വരാം രാജു. ഏയ് വേണ്ട മാഡം, മാഡം വണ്ടി തന്നെ ഇരുന്നാൽ മതി.
കണ്ടിട്ട് മനസ്സിലായില്ലേ? താൻ എന്തിനാ ഈ പോസ്റ്ററിന്റെ മുകളിൽ തന്റെ പോസ്റ്റർ കൊണ്ടുവന്ന് ഒട്ടിച്ചത്? അതങ്ങനെയാണല്ലോ പതിവ്. മുകളിലാ ഒട്ടിക്ക. അങ്ങനെ മുകളിൽ ഒട്ടിക്കണ്ട. മര്യാദക്ക് തന്റെ പോസ്റ്റർ എടുത്ത് മാറ്റ്. പോസ്റ്റർ മാറ്റാനോ? അത് ഒട്ടിച്ചു കഴിഞ്ഞില്ലേ? അത് മര്യാദക്ക് മാറ്റാനാ പറഞ്ഞത്. മാറ്റിയില്ലെങ്കിലേ എന്റെ സ്വഭാവം താൻ അറിയും. പിന്നെ എന്നാ ഒന്ന് അറിയണമല്ലോ. നീ ആരാടി? ദേ, എന്നെ ഇടിപ്പോടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാ നീ എന്ത് ചെയ്യും? ആഹാ, തനിക്ക് അത്രയ്ക്ക് അഹങ്കാരോ? തന്നെ ഞാനൊന്ന് കാണിച്ചു തരാം. നിക്കോടെ. എന്താ കാണിക്കുന്നത്? എന്താ പ്രശ്നം? ഇവള് കാണിച്ചത് കണ്ടോ? എന്റെ സൈക്കിളിൽ വിട്ട് താഴെ ഇട്ടു. മുഖത്ത് പശ ഒഴിച്ചു. ഇവക്ക്. അതെ, മാഡം സമ്മതിക്ക്. എന്റെ അച്ഛന്റെ പോസ്റ്ററിന്റെ മുകളില് വേറെ പോസ്റ്റർ ഒട്ടിച്ച എനിക്ക് ഭ്രാന്ത് വരും. അതാണ് പ്രശ്നം. ക്ഷമിക്കണം ചേട്ടാ. ഈ പോസ്റ്ററിലെ മുഖം കണ്ടില്ലേ? വർമ്മ സാറിന്റെ മോളെ ഇത്. സ്വന്തം അച്ഛന്റെ മുഖത്ത് പശ ഒട്ടിക്കുന്ന കണ്ട അത് ഏത് മകൾക്കാ സഹിക്കാൻ പറ്റുക? അപ്പൊ എനിക്കുണ്ടായ നഷ്ടോ? ഒക്കെ നമുക്ക് പരിഹരിക്കാം. ചേട്ടൻ ഒന്നിങ്ങ് വന്നേ. ചേട്ടാ ഒന്നും വിചാരിക്കില്ലേട്ടാ, കാര്യാക്കണ്ട. അതെങ്ങനെ ശരിയാവും? എന്റെ പോസ്റ്ററും ബക്കറ്റും ഒക്കെ അത് തൽക്കാലം ഇത് വെച്ചേക്ക്. ഇതൊന്നും ശരിയാവില്ല ചേട്ടാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാട്ടാ. വാ ചേട്ടാ വന്നേ, വാ. എന്താ? എടി, അതല്ലേ നിന്റെ ഹീറോ രാജു? അതേതാ ആ പെണ്ണ്? രാജു നിന്റെ കാമുകനാണെന്ന് പറഞ്ഞത് വെറുതെയാണല്ലേ? അവരെ കണ്ടാൽ അറിയാലോ അവര് രണ്ടുപേരും നല്ല അടുപ്പാണെന്ന്. അടുപ്പം എല്ലാം ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. എന്റെ ബർത്ത്ഡേ ഒന്ന് വന്നോട്ടെ, അന്ന് എല്ലാത്തിനും ഞാനൊരു പരിഹാരം ഉണ്ടാക്കും. അന്ന് എന്റെ ഇഷ്ടം ഞാൻ രാജുവിനോട് തുറന്നു പറയും. പറയുക മാത്രമല്ല, രാജുവിനെ കൊണ്ട് തിരിച്ചിങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറയിക്കുകയും ചെയ്യും. നടക്കുവോ അതൊക്കെ? നടക്കും. ഞാനാ പറയുന്നേ, നടന്നിരിക്കും. അവനെ വാ നിങ്ങൾ ഇവിടെ നിൽക്കേ. ഞാൻ പോയി അളിയനെ കണ്ടേ എല്ലാം പറയും ശരിയാക്കിട്ട് വരാം. കിട്ടുമല്ലോ അല്ലേ? പിന്നെ കിട്ടാതെ എന്റെ അളിയനല്ലേ, ഞാൻ പറഞ്ഞ കേൾക്കാതിരിക്കോ? നിങ്ങൾ ഇവിടെ നിൽക്ക്, ബാക്കി എല്ലാം സെറ്റ്. അളിയോ എന്തായിട്ട് പതിവില്ലാതെ? അവരൊക്കെ ആരാ? അത് പറയാം. അളിയനോടെ അകത്തുണ്ട്. നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരാൻ പോവാടി. അതിനുള്ളൊരു കോൾ കൊണ്ടായി വന്നിരിക്കുന്നത്. എന്ത്? അതൊക്കെ പറയാം, നീ വന്നേ. അളിയോ അളിയാ, ഓ ഇത്ര പെട്ടെന്ന് അളിയനെ ശുക്രൻ തെളിയൊന്നും ഞാൻ വിചാരിച്ചതില്ല അളിയാ. അളിയനിപ്പോ ആരാ? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വലം കൈ. ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കണം അളിയാ. ഈ അവസരം നമുക്ക് നന്നായിട്ട് മുതലാക്കണം. മനസ്സിലായില്ല. പുറത്ത് കുറച്ചു പേരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും BEd സെറ്റൊക്കെ പാസ്സായവരാ. അവരെ എങ്ങനെയെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൽ അധ്യാപകരായിട്ട് നിയമിക്കണം. വെറുതെ വേണ്ട, നമ്മൾ എന്താണ് ചോദിക്കുന്നത് അതവര് തരും. അത് ശരി, കൈക്കൂലി മേടിച്ച് ഞാൻ ഒരു അഴിമതിക്കാരനാവണം അല്ലേ? കൈക്കൂലി വാങ്ങുന്നത് പോലെ തന്നെ കുറ്റകരമാണ് അത് കൊടുക്കാമെന്ന് പറയുന്നത്. അതറിയാലോ അളിയന്. എന്റെ അളിയ, ഇതൊക്കെ ലോകത്ത് നടക്കാത്ത കാര്യങ്ങളാണോ? ഭാഗ്യദേവത വീടിന്റെ മുറ്റത്തൊന്ന് നിൽക്കുക, അതിനെ പുറംകാല് കൊണ്ട് തട്ടി ഓടിക്കല്ലേ അളിയ? നടക്കില്ല. രാജുവിനെ അതിന് പ്രതീക്ഷിക്കണ്ട. അളിയ,
നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും ഈ ഒരൊറ്റ ഡീൽ കൊണ്ട് തീരും. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇനി എന്നെ നിർബന്ധിച്ച എനിക്ക് വിജിലൻസിനെ അറിയിക്കേണ്ടി വരും. അളിയ, ഇത്ര അഹങ്കാരം പാടില്ല. ഈ വിദ്യാഭ്യാസ വകുപ്പില് അളിയ മാത്രമല്ലല്ലോ ഉള്ളത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടാ. അല്ല ജയ 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 കേറിയിരിക്കെ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. അയ്യോ വേണ്ട, നല്ല ഒന്നാം തരം അഴിമതി ചായ എനിക്ക് പുറത്ത് കിട്ടും. ഞാൻ അവിടെ നിന്ന് കുടിച്ചോളാം. തൃപ്തിയായി എനിക്ക്. അല്ല മോനെ, ആ ശരി ശരി. മോനെ എന്തിനാണ് നീ അവനെ പിണക്കി വിട്ടത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണോമേ? അളിയൻ പറയുന്ന പോലെ ചെയ്യണോ? അഴിമതി നടത്താനൊന്നും എന്നെ കിട്ടില്ല. എന്നെ അതിനാരും പ്രതീക്ഷിക്കാൻ വേണ്ട. EMI അടയ്ക്കാൻ പോലും കാശില്ല. ലോണ് തന്നവര് വന്ന് എന്റെ കഴുത്തിന് പിടിച്ചപ്പോ രക്ഷിക്കാൻ ആ രമ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രമ്യ?